കേരളത്തിലെ പ്രമുഖമാകുന്ന ഭ്രാന്താശുപത്രികൾ 3 എണ്ണമാണ്. ഒന്ന് തൃശ്ശൂരുണ്ട്, മറ്റൊന്ന് തിരുവനന്തപുരത്തുണ്ട്, മൂന്നാമത്തത് കോഴിക്കോടുണ്ട്. അല്ലേ? കുതിരവട്ടം അറിയില്ലേ? 165 ആളുകളാണ് അവിടുന്ന് രോഗം ശമനം വന്നിട്ട് മക്കളോട് വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുപോകാത്ത രക്ഷിതാക്കളുണ്ട്. അപ്പാടെ ഉമ്മാടെയും ഭ്രാന്ത് മാറി. എന്നിട്ട് മക്കളെ വിളിച്ചു പറയാണ്, ആര്? ആശുപത്രി അധികൃതർ വിളിച്ചു പറയാണ്, നിങ്ങളുടെ ഉമ്മാടെ അസുഖം മാറിയിട്ടുണ്ട്, കൊണ്ടുപോകണം. കൊണ്ടുപോകുന്നില്ല. 165 പേര് നിലവിലുണ്ട് ഈ 3 ആശുപത്രികളിലായിട്ട്. എന്താണ് അവസ്ഥ? നിങ്ങൾ ചിന്തിക്കുക. എവിടേക്കാണ് ഈ ലോകം പോകുന്നത്? സമുന്നതമാകുന്ന നിലയിൽ നമ്മൾ വിരാജിക്കുമ്പോഴും അഭിമാനം കൊണ്ട് നമ്മൾ പുളകിതമാകുമ്പോഴും സാമ്പത്തികമായി ഉത്തുംഗതയിലേക്ക് എത്തുമ്പോഴും നീ നിസ്സാരനാണ്, നിന്ദ്യനാണ് പടച്ചിറപ്പിന്റെ മുന്നിൽ. അറിയൻ, പഠിക്കൻ. നമ്മൾ വലിയ ആളുകളാണ്. സ്വന്തം വാപ്പയും ഉമ്മയുടെയും ഭ്രാന്ത് മാറിയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും കൊണ്ടുപോകുന്നില്ല. എന്താണ് അവസ്ഥ? മനുഷ്യത്വം മരവിച്ച ആളുകളായി മാറി. എന്താ കാരണം? ഭ്രാന്ത് മാറിയ ഉമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്തിയ നാട്ടുകാർ പിന്നെ എന്ത് പറയും? പണ്ട് ഭ്രാന്ത് ഉണ്ടായിരുന്ന സുബൈദാത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് പറയും. അല്ലാഹ്. അപ്പൊ പിന്നെ അതുകൊണ്ട് അവൻ ആ വിഷമം കാരണം എന്താണ്? പാപ്പായും ഉമ്മയും വേണ്ട, ഓൾറെഡി ഭ്രാന്തായോണ്ട് എഴുതി തള്ളിയല്ലേ, അതുകൊണ്ട് ഇനി വീട്ടിലേക്ക് വേണ്ട. കാരണം ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഭാരമാണ് ഇനി ഉമ്മയെ. അതുകൊണ്ട് ഉമ്മ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. എത്രത്തോളം ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു, പലരും കൊണ്ടുവന്നാക്കുമ്പോൾ അവരുടെ നമ്പറും അഡ്രസ്സും വരെ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ട് പോകുന്നത്. കാരണം എന്താ? ഇനി ഒരിക്കലും വിളിക്കരുത് എന്ന ശ്രദ്ധ വെച്ചിട്ട് നമ്പർ ഒരു 3 എണ്ണം തെറ്റിച്ചേക്കും. പള്ളിയിലെ ഉസ്താദിന്റെ നമ്പർ എഴുതി കൊടുത്തിട്ടാ വന്നേക്കും. റാഹത്തുണ്ട്. ഇങ്ങനെയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവർ വിളിക്കുമ്പോൾ നമ്മളെ നമ്പറിലോട്ടാണ് വന്നിരിക്കുന്നത്. വാത് ബുക്കിങ്ങിനാന്ന് പറഞ്ഞ് നമ്മളെടുത്തപ്പോൾ പറഞ്ഞ് ആളിവിടെ ഉണ്ട്, എടുത്തോണ്ട് പോകണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പോയി അന്വേഷിച്ചു, അടുത്തുണ്ടല്ലോ, വലിയ ദൂരമൊന്നുമല്ലല്ലോ, കോഴിക്കോട് ഇവിടുന്ന് കുറച്ച് പോയാൽ പോരെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞെന്തിനാ? നമ്മളൊക്കെ വലിയ അഭിമാനിക്കുന്നവരാണ്, പക്ഷെ അഭിമാനിക്കാൻ ഒരു വകയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? അവിടെ കഴിയുന്നതാരാ? വാപ്പയും ഉമ്മയും. സ്വന്തം വാപ്പ സ്വന്തം ഉമ്മയാണ് കഴിയുന്നത്. ഈ ഉമ്മയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയാൽ, ഈ വാപ്പയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയാൽ വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഭാരമാണ്, തനിക്കും ഭാരമാണ്. ഇനി വേണ്ട, ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടാന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭ്രാന്ത് മാറി എന്നുള്ള വിവരം മക്കളെ അറിയിച്ചിട്ട് മക്കൾ വന്ന് തിരിച്ചു വിളിക്കുന്നില്ല എന്ന വിവരം ആ വാപ്പയുടെ ഉമ്മയുടെ അധികൃതർ ചെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരൻ. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴാണ് അതിന്റെ ഭാരം അറിയുക. എത്രയോ പ്രയാസം സഹിച്ചിട്ടാണ് അവർ വളർത്തിയത്, എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇത്ര വരെ എത്തിച്ചത്. എത്ര ദുആ ചെയ്തിട്ടാണ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഈ സമ്പത്തും ഈ സമ്പാദ്യവും ഒക്കെ നിങ്ങളുടേതാകുന്ന എന്തോ വലിയ സൗഭാഗ്യം കൊണ്ട് നേടിയെടുത്തതാണെന്ന്? ഒന്നുമല്ല. പാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനാ ഫലം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ള. എവിടെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടം വരെ എത്തിയത്. ഇനി അതിന്റെ മുകളിലേക്ക് ഉയർച്ച വേണമെങ്കിലും അവരുടെ പ്രാർത്ഥന വേണം, എങ്ങനെ ഉയരുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ പർവതത്തിലേക്ക് കയറുമ്പോ കാല് വഴുതുകയാണ്. പെട്ടെന്നതാ മരച്ചില്ലകളിലേക്ക് പിടിവിടുകയാണ്. ബഹുമാനപ്പെട്ടവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ മൂസാ നബിയേ, ഇനി മുതൽ ശ്രദ്ധിച്ച് നടക്കണേ മൂസാ. ഇനി മുതൽ നിന്റെ കാൽവെപ്പുകൾ വളരെ ശ്രദ്ധിച്ചു വേണം. എന്തുകൊണ്ടാണ് നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുന്നത്? വല്ലാതെ ഭയന്നു പോയാണ്. നിനക്ക് വേണ്ടി ഇതുവരെ ദുആ ചെയ്തിരുന്നതായ 2 കരങ്ങളായിരുന്നു മാതാപിതാക്കൾ. അതിൽ നിന്റെ ഉമ്മ തന്നെ അവസാനമായി മരണപ്പെട്ടു പോയിട്ടുണ്ട് മൂസാ. അതുകൊണ്ട് ഇനി നീ നടക്കുമ്പോൾ കാലുകൾ വഴുതും, ചിലപ്പോൾ പിടഞ്ഞു വീഴും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണേ മൂസാ എന്ന് പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹ് പറയാ മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഇനി മുതൽ നോക്കിയും കണ്ടും നടക്കണം, ഇല്ലെങ്കിൽ കാല് വഴുതി വീഴും.
പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇത് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. രാവിലെ വീട്ടിൽ നിന്ന് നീ ബൈക്കെടുത്ത്, കാറെടുത്ത്, സൈക്കിളെടുത്ത് പുറത്തേക്ക് പോകുമ്പോ പലപ്പോഴും ചില മക്കൾ പറയാതെ തന്നെ പോകുന്നുണ്ട്. ഏറ്റവും വലിയ കടുത്ത തെറ്റാണത്. അല്പം വളർച്ച ഉണ്ടാകുമ്പോൾ വിവരവും ഇതൊക്കെ ഉണ്ടാകും, ഉമ്മയോടും വാപ്പയോടും ഒന്നും ഒരു കാര്യവും തുറന്നു പറയാത്ത മക്കൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിങ്ങൾ എവിടെ പോവാണെങ്കിലും തുറന്നു പറഞ്ഞിട്ട് പോകിൻ. എന്തിനാണ് മടിക്കുന്നത്? വാപ്പയോടും ഉമ്മയോടും പറയിൻ, അവരുടെ അനുവാദം വാങ്ങിൻ, അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു പോകിൻ. ഒരുപക്ഷെ നിന്റെ അവസാനത്തെ യാത്രയാണെങ്കിൽ തന്നെ ആ വാപ്പാക്കും ഉമ്മാക്കും നിന്റെ മേലെ കാലഘട്ടത്തിലും ഒരു പ്രാർത്ഥനയ്ക്ക് കാരണമായി തീരും. എന്റെ മകൻ ഒരു സലാം പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു സലാം പോലും പറയാതെ ഇറങ്ങിപ്പോവാണ് ധിക്കരിച്ച്. നീ എങ്ങനെ ഇറങ്ങിപ്പോയാലും ജനലിന്റെ അരികിലിരുന്ന് നീ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴും നാട്ടിൽ എന്ത് ജോലിക്ക് പോയാലും ജനലരികിൽ പിടിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി നെടുവീർപ്പോടുകൂടി ഇരിക്കുന്ന എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിലകൊള്ളുന്നതായ ഒരു കരച്ചിലുണ്ട്. തേങ്ങിക്കരച്ചിൽ ആ വീടിന്റെ അകത്തളത്തിലുണ്ട്. അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ഉമ്മയാണ്. നീ പോകുമ്പോ ഉമ്മറത്ത് ചാരികസേരയിൽ ചാരി കിടക്കുന്ന വാപ്പയായിരിക്കും കാണുന്നത്. ഒരുപക്ഷെ നീ പോകുമ്പോ ആ ശരിയ മോനെ എന്ന് പറയലേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനസ്സ് നിറച്ച് നീ പോകുമ്പോ നിന്നെ കുറിച്ചുള്ള ചിന്തയാണ്. നീ പോയാലുടനെ വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കിയിട്ട് ചോദിക്കും ഉമ്മയോട്, എവിടെയാണോ പോയത്? ഉമ്മയോട് വാപ്പയോട് ഒരുപക്ഷെ നീ പറഞ്ഞിട്ടുണ്ടാവൂല. പലർക്കും വാപ്പയെ വല്ലാത്ത നീരസമാണ്. കടുത്ത ഹൃദയത്തിന്റെ വക്താവായിട്ടാണ് വാപ്പയെ കണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി, എല്ലാ സംഘർഷങ്ങളും ഉള്ളിലൊതുക്കി, മനസ്സിൽ പരിപൂർണമായി അള്ളാഹുവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധ പതിപ്പിച്ച് വീടിൻ്റെതാകുന്ന എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാപകലോളം അധ്വാനിച്ച് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട പിതാവിന്റെ ദീനരോധനം പലരും അറിയുന്നില്ല. അവസാനം അദ്ദേഹം അത് വിങ്ങിപ്പൊട്ടി കാണിക്കുന്നത് ചിലപ്പോഴെപ്പോഴാണ് ഈ മകളെ വിവാഹം ചെയ്തയക്കുന്ന വേളയിൽ ആ സദസ്സിൽ വെച്ചാണ്. ഇന്ന് പല ക്യാമറ കണ്ണുകളും അത്തരത്തിലുള്ള വാപ്പമാരുടെ കണ്ണീരുകൾ ഒപ്പിയെടുക്കാറുണ്ട്. ആ സമയത്താണ് അദ്ദേഹം വിങ്ങിപ്പൊട്ട്. അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പിടിച്ചു നിന്ന ആ മനുഷ്യൻ പതറിപ്പോകുന്ന രംഗം അതാണ്. തന്റെ മകൾക്ക് വേണ്ടി 18 വയസ്സ് വരെ താങ്ങും തണലുമായി നിലകൊണ്ട പ്രിയപ്പെട്ട പിതാവ്. ഒരു ഉമ്മ ഒറ്റയ്ക്ക് ഒരു രാത്രിയിൽ മകളുമായി കഴിയുകയില്ല. വല്ലാതെ വിഷമിക്കും. വാപ്പയില്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നെടുവീർപ്പാണ്. പ്രവാസ ലോകത്ത് കഴിയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. അവർക്കറിയാം അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അവസ്ഥ. എപ്പോഴും സങ്കടം പറച്ചിലാണ്, മാനസികമായ വിഷമത്തിലാണ്, ഒറ്റയ്ക്ക് കഴിയൽ ബുദ്ധിമുട്ടാണ്. കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകൂടി വളരെ പ്രയാസമാണ്. ആ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ മാനസികത്തിൽ എപ്പോഴും വിഷമമാണ്. അതിലേറെ വിഷമിച്ച് കഴിയുകയാണ് പ്രവാസ ലോകത്ത് വാപ്പ. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് എത്രയെത്ര അറബികൾ, കഫീലുകൾ, മുത്തോമാരുടെ ചീത്ത കേട്ടുകൊണ്ട് നിലകൊള്ളാൻ എത്ര മാസങ്ങളായി, വർഷങ്ങളായി, 40ഉം 50ഉം വർഷങ്ങളായി പ്രവാസ ലോകത്ത് തള്ളി നീക്കാൻ, തന്റെ മകളെ കെട്ടിച്ചയച്ചതിന്റെ കടം തീർക്കാൻ, വീട് വെച്ചതിന്റെ കടം തീർക്കാൻ, ഭാര്യയ്ക്ക് ആഭരണം വാങ്ങി കൊടുത്തതിന്റെ കടം തീർക്കാൻ, മക്കൾക്ക് MBBS-ഉം എഞ്ചിനീയറിംഗും കൊടുത്തതിന്റെ വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ കടബാധ്യതകൾ കിടക്കുന്നു. അത് തീർക്കാൻ വേണ്ടി പാവപ്പെട്ടതാകുന്ന മനുഷ്യൻ താടി രോമങ്ങളും തലയിലെ രോമങ്ങളും നരബാധിച്ചിട്ട് പോലും, തന്റെ ശരീരം വല്ലാതെ ക്ഷയിച്ചിട്ട് പോലും, മാരകമാകുന്ന കൊളസ്ട്രോളും ഷുഗറും അടക്കം പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി 2 കിഡ്നിയും ട്രബിളിലായി ഡയാലിസിസ് വിധേയനായി കൊണ്ട് നിലകൊള്ളുമ്പോൾ പോലും ഡോക്ടർമാർ വരെ ഇനിയെങ്കിലും നിങ്ങൾ നാട്ടിൽ പോയി സ്വന്തം ഒന്ന് വിശ്രമിക്കണേ എന്ന് പറയുമ്പോഴും 10ഉം 15ഉം ഗുളിക കഴിച്ചിട്ടും അദ്ദേഹം അവിടെ ഇങ്ങനെ അടിമപ്പണി ചെയ്യുന്നത്, പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം, ഈ പാവപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളാകുന്ന ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളാകുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രയാസം മുഴുവനും അദ്ദേഹം സഹിക്കുന്നത്. എന്നിട്ട് ആ വാപ്പയോട് ഒരു വർത്തമാനം പോലും പറയാൻ ഇന്നത്തെ മക്കൾ തയ്യാറാകുന്നില്ല. വാപ്പയോട് ആരാ സംസാരിച്ചത്? ഈ കഴിഞ്ഞ ഒരു 10 ദിവസം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി. അതിനപ്പുറം വേണ്ട. എത്ര മിനിറ്റ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്? ഉപ്പമാരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നമ്മുടെ മക്കൾ എത്ര നേരം നമ്മുടെ അടുത്തിരിക്കാറുണ്ട് സഹോദരങ്ങൾ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കാണ്ട് നമ്മുടെ മക്കളോട്, ചെറിയ കുട്ടികളോട് ചോദിക്കുന്നു, നമ്മുടെ വാപ്പയോടും ഉമ്മയോടും ഒരേപോലെ കരുണ കാണിക്കണം, വലിയ സ്നേഹം കാണിക്കണം. പലപ്പോഴും ഉമ്മയോട് നമുക്ക് അല്പം സ്നേഹം, അത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഉമ്മയോട് നമുക്ക് സ്നേഹം പ്രാമുഖ്യം നൽകിയത്. എന്താ കാരണം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ജനങ്ങളിൽ ഏറ്റവും ബന്ധം ഞാൻ ആരോടാണ് വെക്കേണ്ടത് റസൂലേ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മുക, നിന്റെ മാതാവാണ്, ഉമ്മയാണ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, രണ്ടാമത്തത് ആരാടാണ്, അടുത്തത് ആരോടാണെന്നുള്ള ചോദ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, സുമ്മമൻ യാ റസൂലല്ലാഹ്, മൂന്നാമത് ആരോടാണ് റസൂലേ, പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയെ പറയുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, അടുത്തത് ആരോടാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂക, വാപ്പയോടാണ്, വാപ്പയോടാണ്. 3 പ്രാവശ്യം ഉമ്മയെ പറയാനുള്ള കാരണം എന്താണ്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. 9 മാസം 10 ദിവസം ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. എത്രയോ പ്രയാസം സഹിക്കുന്ന ദിനരാത്രങ്ങളായിരുന്നു അത്. എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതായ രാവുകളായിരുന്നു അത്. പല പ്രയാസങ്ങളും ഉമ്മ നേരിട്ടിട്ടുണ്ട്. കാലുകൾ നീരുകെട്ടി വെറുത്തിട്ടുണ്ട്. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് തളർച്ച ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഉമ്മ തയ്യാറായില്ല. ആരോഗ്യപരമായി ക്ഷയിച്ചിരിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ ഡോക്ടർമാർക്ക് മുന്നിൽ ഒരിക്കലുമില്ല. എന്റെ പൊന്നമോനെ പൊന്നമോളെ ഞാൻ പൊന്നമോനെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി സംരക്ഷണം കൊടുത്തതായ വ്യക്തിയല്ല ഉമ്മമാർ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ശരീരത്തിന്റെ 22 എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയുണ്ടത്രേ. ഒരു പ്രസവത്തിന്റെ വേദനയെന്ന് ശാസ്ത്രലോകം പറയുമ്പോ അസുഖപ്രസവം എന്ന പേരുണ്ടെങ്കിൽ പോലും മാനസികമായി വല്ലാതെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന രംഗമാണ്. ഈ നൊന്ത് പ്രസവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാവ് വളരെ പ്രയാസം സഹിച്ചിട്ടാണ് നിന്നെ ഈ ലോകത്തേക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് രണ്ടാമതായും മാതാവിനെ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. മൂന്നാമതായി പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. 2 വർഷത്തോളം മുലപ്പാല് നൽകി താരാട്ട് മാടി ഉറക്കിയത് പ്രിയപ്പെട്ട മാതാവല്ലേ. എത്രയെത്ര പ്രയാസങ്ങൾ സഹിച്ചതാണ് ഉമ്മ. എത്രയെത്ര നൊമ്പരങ്ങൾ സഹിച്ചവരാണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന് തിരിച്ചറിയണേ. രാത്രിയിൽ കുഞ്ഞ് കിടന്ന് കരയുന്ന വേളയിൽ നല്ല ഉറക്കത്തിന് ക്ഷീണമുണ്ടെങ്കിൽ പോലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ വാപ്പ തൊട്ടപ്പുറത്ത് കിടന്ന് നല്ല ഉറക്കമാണെങ്കിൽ പോലും കുഞ്ഞിന്റെ ഒരു ചെറിയ അനക്കമുണ്ടാകുമ്പോ ഞെട്ടി ഉണരുന്നത് മാതാവാണ്. മാതാവും ഉമ്മയും കുട്ടികളുമായിട്ടുള്ള പൊക്കിൽ കൂടി ബന്ധത്തിന്റെ കണക്ഷനാണ് വിളിച്ചോതുന്നത്. ഞെട്ടി ഉണരുന്ന മാതാവ് ഏത് പാതിരാത്രിയായിരുന്നാലും ഏത് സമയമായിരുന്നാലും കുഞ്ഞിന് മുലപ്പാല് കൊടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. കുഞ്ഞ് കരയുമ്പോൾ ഓടി വരുകയാണ്. വാത്സല്യനിധിയാകുന്ന മാതാവിന്റെ സ്നേഹലാണനുകൾക്ക് പകരം വെക്കാൻ ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും തന്നെ അവർക്ക്
പകരം വെക്കാൻ ആളില്ല. അതുകൊണ്ട് ഉമ്മയെ പ്രത്യേകമായി ഗൗനിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട കാര്യം. നാലാമതായി റസൂലുള്ള പറയുന്നത് നിന്റെ വാപ്പയാണ്, വാപ്പയാണ്, വാപ്പയാ. ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും ബന്ധം നീ വെക്കേണ്ടത് വാപ്പയോടാണ്, വാപ്പയോടാണ്. അതാണ് പഠിക്കേണ്ടത്. 3 വട്ടം ഉമ്മയെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല പഠിക്കേണ്ടത്. 3 വട്ടം ഉമ്മയെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറഞ്ഞത് ആരെയാ? വാപ്പയാണെന്നുള്ള അധ്യാപനം കൂടി പഠിക്കണം. ഇന്നത്തെ തലമുറ ആരെയല്ല, നിന്റെ ചങ്ക് ബ്രോയല്ല, കൂട്ടുകാരനെ അല്ല. 4ാം സ്ഥാനം വാപ്പാക്കാണ്. അത് പറഞ്ഞു കൊടുക്കണം ഉമ്മത്തിന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ല, സേമിയ പായസത്തിന്റെ മണമെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലല്ലോ, പുരുഷന്മാർക്ക് കിട്ടുന്നില്ല. ഉണ്ടോ? ആ വരൂ. എല്ലാവരും ഇവരെ മണം പിടിച്ചിങ്ങനെ ചിലരിങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതാ അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ടാണ് ആരും പോകാത്തത്. ഞാൻ ഓർത്ത് അതുകൊണ്ടായിരിക്കും ഇത് കുടിച്ചിട്ട് പോകാമെന്ന് വരുന്നിരിക്കുക. ആയിക്കോട്ടെ, അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 4ാം സ്ഥാനം വാപ്പാക്ക്. 3 വട്ടം ഉമ്മയെ പറയാൻ കാരണം പറഞ്ഞു. 3 കാര്യങ്ങൾ വാപ്പായിൽ ഇല്ലാത്തതാ. ഏതാണ്? ഏത്? 9 മാസം 10 ദിവസം ഗർഭം ചുമന്നു, നൊന്ത് പ്രസവിച്ചു, മുലപ്പാല് നൽകി. ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്ത് ഒരു ടീം അങ്ങനെ വന്നായിരുന്നു. പക്ഷെ അത് പെണ്ണ് തന്നെയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അവരുടെ മാറിടം മുറിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പൊ മുലപ്പാൽ കൊടുക്കാൻ പറ്റുന്നില്ല, കുപ്പിപ്പാലുമായിട്ട് നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ അതാരാണ്? പെണ്ണാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവർ യഥാർത്ഥത്തിൽ ആരാണ്? പെണ്ണാണ്. പെണ്ണിനെ ഗർഭം ധരിക്കാൻ പറ്റും. പ്രസവിച്ചു, കാര്യം ശരി തന്നെയാണ്. ശ്രദ്ധിക്ക്. പക്ഷെ മുലപ്പാൽ കൊടുത്തില്ല, 3ാം സ്ഥാനം പോയി. 3 കാര്യവും നടക്കുന്നത് ആരിൽ നിന്നേ ഉള്ളൂ? ഉമ്മയിൽ നിന്നാണ്, വാപ്പയിൽ നിന്ന്. ഇത് 3 ഒഴിവാണ്. പക്ഷെ വാപ്പയെ ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഈ ഉമ്മാക്ക് ചെലവ് കൊടുത്ത് നിന്നെ കാര്യങ്ങളും ശ്രദ്ധിച്ച് പരിപൂർണമായി ഉറക്കം മുളച്ചൊരു പനി വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ നിന്നെ എടുത്ത് ഓടിയത് ഈ പ്രിയപ്പെട്ട വാപ്പയാണ്. എത്ര നാളുകൾ അതിനുവേണ്ടി ചെലവഴിച്ചു. വാപ്പയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല എന്ന് പറയുന്ന മക്കൾ അറിയണം, നിനക്കൊരു രോഗം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ വാപ്പ ഈ സമ്പത്ത് മുഴുവനും ഇല്ലാതാക്കും. വാപ്പ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് മക്കൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഇത് മുഴുവനും ഇല്ലാതാക്കും. ഇത് മുഴുവനും കൊടുത്തിട്ട് നിന്റെ ജീവൻ വേണോ? വാപ്പ റെഡിയാണ്. ആദ്യം മുതൽ 000 ആയിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇനിയും പഴയ 0യിലേക്ക് പോകാൻ ഒരു മടിയില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസം വിഷയത്തിലില്ല. മക്കൾക്ക് അസുഖം വന്നു, ചികിത്സിക്കാൻ അയാൾ തയ്യാറാണ്. എത്ര സമ്പാദ്യം ചെലവഴിച്ചിട്ടാണെങ്കിലും, ആരെ കണ്ടിട്ടാണെങ്കിലും, ആരുടെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും വാപ്പ നിലകൊള്ളും. മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിലകൊള്ളും. കിഡ്നി കൊടുക്കണോ? റെഡിയാണ്. ഉമ്മ റെഡിയാണ്, വാപ്പ റെഡിയാണ്. അങ്ങനെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മക്കൾക്ക് ദാനം ചെയ്തിട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മൾ സ്നേഹം തിരിച്ചറിയണം. പലപ്പോഴും വാപ്പമാരെ അകറ്റി നിർത്താറുണ്ട്. പാടില്ല. നിങ്ങൾ നോക്കൊരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോൾ മാതാപിതാക്കളെ അകറ്റും മക്കൾ. അള്ളാഹുവിന്റെ റസൂൽ പറയാ. അള്ളാഹു നമ്മുടെ മക്കളെ അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സാഅ ഹത്താ അഖസാ അബാഹു വഅദനാ സദീഖാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. സ്വന്തം കൂട്ടുകാരെ അടുപ്പിക്കുകയും മാതാപിതാക്കൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് 1400 വർഷം മുമ്പാണ് എങ്കിലും നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ. വാപ്പയും അമ്മയും പടിക്ക് പുറത്താണ്. അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ചേർത്ത് നിർത്താൻ തയ്യാറാകാത്ത മക്കളാണ്. നഊദു ബില്ലാഹ്.
എത്രയെത്ര പ്രയാസങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപോയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 14 നമുക്കറിയാം, ഇന്നലത്തെ ദിവസം ചരിത്രം അടയാളപ്പെടുത്തുന്ന ദിവസമാണ്. മാതൃദിനമാണ്. ലോക മാതൃദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ലോകത്തുള്ള സർവ്വ ഉമ്മമാർക്കും അമ്മമാർക്കും ഒരു ദിനം പ്രഖ്യാപിക്കുകയാണ്. എന്തിനാണ്? അവരുടെ ജീവിത ശൈലികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണേ. അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മൾ. ഞാൻ ഇന്നിപ്പോ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് താനൂർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള 11 കുടുംബങ്ങളെ സന്ദർശിച്ച് അവരുടെ ഖബർ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ വീട്ടിൽ ഒരു ഉമ്മയെ കണ്ടു. ചെറിയൊരു ചെറ്റപ്പുര, ഒരു ചെറിയ കുടിലാണത്. അള്ളാഹുർക്ക് ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വീടിന് വേണ്ടി അവർ ഫ്രണ്ടിൽ തന്നെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഉമ്മാക്ക് 3 മക്കളാണുള്ളത്. ഉമ്മയുടെ പേര് റുഖിയ ഉമ്മ. ആ ഉമ്മയുടെ മകൻ സിറാജിനും സയ്യിദലവിക്കും നഷ്ടപ്പെട്ടു പോയത് മക്കളും സ്വന്തം ഭാര്യയുമാണ്. സിറാജിന് നഷ്ടപ്പെട്ടത് 3 മക്കളും സ്വന്തം ഭാര്യയും. സയ്യിദലവിക്ക് നഷ്ടപ്പെട്ടത് 4 മക്കളും സ്വന്തം ഭാര്യയും. അതേ ഉള്ളൂ ആകെ. ആ 4 മക്കളും ഭാര്യയും മരണപ്പെടുക. സയ്യിദലവി എന്ന സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദെ, ഉച്ചയ്ക്ക് നെയ്ച്ചോറൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തിൽ നിലകൊണ്ട് ഈ ബോട്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഓട്ടോ വിളിച്ച് ആ ഓട്ടോയിൽ കയറ്റി വിട്ടതാണ്. അവസാന രംഗം. സലാം പറഞ്ഞ് ഭർത്താവിനോട് കൈപിടിച്ച് സലാം പറഞ്ഞ് പോകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചിത്രം നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കഥയല്ല, നമ്മുടെ തൊട്ടയലത്ത് നടന്ന കഥയാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറയുന്നത്. സംഭവം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വലിയ ദുരന്തം. ഞാൻ ആ 11 പേരുടെയും ഖബറിങ്കൽ പോയി ദുആ ചെയ്തു. വല്ലാതെ ദുഃഖമുണർത്തുന്നതായ മൂകതയുള്ളതാകുന്ന ഒരു ശ്മശാനമാണ്. നമുക്ക് വല്ലാതൊരു ഭയപ്പാടായി പോകും. മാനസികമായി വളരെയേറെ വിഷമം വന്നു പോകും. കാരണം ചെറിയ പൈതലുകൾ, 4, 5, 6, 7 ചെറിയ കുട്ടികൾ, അതിനോടൊപ്പം തന്നെ മാതാവും. ആ കുട്ടികളോടൊപ്പം ഓരം പകർന്നു നടക്കാൻ, സന്തോഷം പകരാൻ ആ മാതാവുണ്ടല്ലോ എന്ന ആശ്വാസമാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം. നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടേണ്ടവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇബ്രാഹിം എന്ന പൊന്നുമോനെ ഖബറടക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് ധാരധാരയായി. ചോദിച്ചു സഹാബത്ത്, നബിയെ, എന്തിനാണ് തങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ഈമാനുണ്ടവന്റെ ലക്ഷണമാണ്, ഹൃദയത്തിൽ കാരുണ്യമുള്ളതിന്റെ ലക്ഷണമാണ്. ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം. കരുണയില്ലാത്തവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാരുണ്യം ചൊരിയുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ആ റുഖിയ എന്ന് പറയുന്ന ഉമ്മയെയാണ്. ഈ വർഷത്തെ മെയ് 14 മാതൃദിനമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഉമ്മയുടെ ചിത്രമാണ് മനസ്സിലേക്ക് വരിക. കാരണം സ്വന്തം പേരക്കുട്ടികളും അതോടൊപ്പം തന്നെ മരുമക്കളും തന്റെ കുടുംബത്തിലെല്ലാമായിരുന്ന ആളുകൾ. ആ ഉമ്മ ഇരുന്ന് കരയാണ്. എന്നിട്ട് പറയാണ്, ഉസ്താദെ, എന്നോടൊപ്പമാണ് ചേർന്ന് കിടന്നിരുന്നത്. ആകെ 2 റൂമേ ഉള്ളൂ ആ വീടിന്. എല്ലാവരും ഒരുമിച്ച് കിടക്കാൻ. ഒരു സഹോദരൻ ഇപ്പുറത്ത്, അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയൊക്കെ അവിടെ, തൊട്ടപ്പുറത്ത് ഉമ്മയും സഹോദരങ്ങളും മക്കളും അവിടെ. ഈ കുട്ടികളൊക്കെ ചേർന്ന് കിടക്കാൻ. ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ നല്ല സുന്ദരന്മാരായി സുഖിമാന്മാരായി തൊട്ടിപ്പുറത്ത് തന്നെ നല്ല റാഹത്തായി ശീതള ചായയിൽ വിശ്രമിക്കുമ്പോൾ ചെറിയ കൂരയിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകൾ അവിടെ നിൽക്കുമ്പോൾ കടലിന്റെ കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ട് വല്ലാതെ. ഒരു ഭാഗത്ത് കടലിന്റെ ഓളങ്ങൾ മാനസികമായി പ്രയാസപ്പെടുത്തും. ഏതു സെക്കൻഡിലും കടലെടുത്തു പോകാമെന്ന ചിന്ത. എന്നാലും അവരുടെ മനസ്സിലൊന്നും അതൊന്നുമല്ല ആശങ്ക, മാനസികമായി ഇതൊന്നുമല്ല ആശങ്ക. ഈ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കരയണമോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന രക്ഷിതാക്കൾ, വാപ്പാവും. ആ 2 ഉപ്പമാരെയും കണ്ട് ഞാൻ വല്ലാതെ നെടുവീർപ്പെട്ടപ്പെട്ടു. സിറാജ്, സയ്യിദലവി. അള്ളാഹുവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന് സമാധാനം നൽകുമാറാവട്ടെ. ഒരു 10 മിനിറ്റ് അവർക്ക് നസീഹത്ത് കൊടുത്ത് മനസ്സിലൊരു കരുത്ത് പകർന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് അല്പം ഒന്ന് വൈകിട്ടുള്ളത്. നിങ്ങൾ അതിലെല്ലാവരും ഒന്ന് ക്ഷമിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. കാരണം അവരുടെ മനസ്സിലൊരു സന്തോഷം, ഒരു താങ്ങും ഒരു തണലും ചെന്ന് കൊടുക്കുമ്പോഴാണല്ലോ മാനസികമായിട്ട് അവർക്കൊരു റാഹത്ത് കിട്ടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കൊരാളുടെ താങ്ങും തണലും നമുക്ക് വേണ്ടുന്നത്. അപ്പോഴാണ് ഒരാൾ വന്നൊരു ആശ്വാസം നൽകിയാൽ, ഒരു ഉസ്താദ് വന്ന് ദുആ ചെയ്താൽ അതിനോളം വരൂല.
ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ചാൽ ഒരാൾ വന്നില്ല, നമുക്ക് അത്രയും പ്രശ്നമില്ല. ഒരു മരണ വീട്ടിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഒരു ആശ്വാസം പകർന്ന് വാപ്പയോ ഉമ്മയോ സഹോദരനോ ഭാര്യയോ മക്കളോ ഒക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അടുത്ത് വന്നിരുത്തി നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന ഗസാഅക വഗഫർ ലി മയ്യിതിക, അല്ലാഹു നിന്നെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ആശ്വാസം പുൽകിയാൽ അതിനേക്കാൾ വലിയ ആശ്വാസത്തിന്റെ തീരം മറ്റൊന്നുമില്ല. അവരാണ് യഥാർത്ഥ കൂട്ടുകാർ, അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയും. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മക്കളുടെ എല്ലാം ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ആ ഉമ്മയുടെ മനസ്സ് എത്രയോ വിഷമമാണ്, നീറുകയാണ്. എന്നോടൊപ്പം ചേർന്ന് കടന്ന മക്കളൊക്കെ ഇന്ന് ഖബറിലാണ്. നമ്മൾ ചിന്തിക്കണേ, ഇത് ഒരു കുടുംബത്തിൽ 11 പേര് ഒറ്റയടിക്ക് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകൾ നമ്മെ അള്ളാഹു കാക്കുമാറാവട്ടെ. ഒരാഴ്ച മുമ്പ് ആ വീടിന്റെ താകുന്ന അകത്തളങ്ങളിലും പുറത്തുമൊക്കെ കളിച്ചു നടന്ന മക്കള് ഇന്ന് ഖബറിലാണ്. ചെറിയ മക്കളുടെ മരണം എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖമാണ്. കാരണം നമുക്കൊക്കെ വീടുകൾ, മക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്കും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. പെട്ടെന്ന് അനാഥത്വത്തിലേക്ക് മക്കളെ വഴിതെളിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെയൊക്കെ വിധവകളാക്കി മാറ്റുന്നതിനെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടു പോകുന്ന വലിയൊരു പരീക്ഷണം, അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. അവർ ജീവിച്ചിരിക്കുക, നമ്മൾ മരിക്കല് സ്വാഭാവികമാണ്. മക്കളും ഒക്കെ ഉണ്ടാകും, നോക്കാനും പിടിക്കാനും ഒക്കെ. സാധാരണ സ്ത്രീകൾക്ക് അതൊരു ആദ്യത്തെ ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 90 ദിവസം 120 ദിവസം ഇദ്ദയുടെ കാലം കഴിയുമ്പോൾ മനസ്സിന് സമാധാനം വരും. അതുവരെ ദിക്റും ഖുർആനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ. അതേ സമയത്ത് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് അത് വല്ലാത്ത വിഷമമാണ്. കാരണം എല്ലാം അവരാണ്. അവരുമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ പോലും ഭാര്യയോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അവരൊക്കെ പോയാലും നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭാര്യയാണ്. ഭാര്യയും മനസ്സിലാക്കി നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭർത്താവാണ്. ബാക്കി മക്കളൊക്കെ പോകാനുള്ളതാണ്. അവരൊക്കെ ഇന്നല്ലെങ്കിൽ വേറെ വീട്ടിലോട്ടൊക്കെ മാറി താമസിക്കും. നിങ്ങളാണ് പ്രായം 60 എത്തിയാലും 70 എത്തിയാലും ഒരേ കട്ടിലുമേൽ ചേർന്ന് കിടക്കേണ്ടത് നിങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലാകുമ്പോൾ ഏത് നിലയിലായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മഹ്നതി അഹ്ലിഹി. സഹാബ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കുമായിരുന്നു. വഇദാ ഹദറതി സ്വലാ ഖറജ ഇലൽ മുസല്ലാ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ വീട്ടിലിരിക്കുന്നതായ പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം കടന്നു വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതുവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ജീവിതം, നമ്മളെ പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത്. സദാസമയം വീട്ടിലുണ്ട്, കുടുംബത്തോടൊപ്പമുണ്ട്, അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ പ്രതീക്ഷ അർപ്പിച്ച സാധനം വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സേമിയ പായസം അല്ലാഹു അത് പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ കിട്ടാതാരും വിഷമിക്കണ്ട കേട്ടോ, തികയാതെ വന്നാൽ ക്ഷമിക്കണം. അല്ലാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇപ്പൊ ലൈവ് കേട്ടോണ്ടിരിക്കുന്നവർ ഇപ്പൊ അതൊക്കെ വരും, സേമിയ കുടിച്ചിട്ട് പോകുന്നത്. അൽഹംദുലില്ലാഹ്, ഒരാൾക്കാരുടെ സ്പോൺസറാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ ചുക്കാപ്പി ഉണ്ടായിരുന്നു, അല്ലാഹു കബൂലാക്കട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ, വർണ്ണമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അത് സ്പോൺസർ ചെയ്തതാകുന്ന ആളുകൾക്ക് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാൻ കൂടുതലായി ഇതിലേക്ക് പോകുന്നില്ല. നമ്മുടെ കുടുംബജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക. അതിന് ഏറ്റവും ഉപയുക്തമായത് എപ്പോഴും വീട്ടിലുണ്ടാവണം, എപ്പോഴും വീട്ടിലുണ്ടാവണം. മൊബൈൽ വലിയ വില്ലനാണ്. സദാസമയം അതിനുള്ളിൽ തന്നെ തളച്ചിടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വീട്ടിനുള്ളിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവരും മാറിയിരുന്ന് പാപ്പ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കുടുംബാന്തരീക്ഷം മാറി. അതൊക്കെ വ്യത്യാസം വരണം. ഒരു സമയം ഏകീകരിക്കണം. ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം. ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ ഭാഗവാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം. അതിന് മൊബൈൽ ഒരു വിലങ്ങുതടിയാവരുത്. അത് മാറ്റിവെച്ചേ പറ്റൂ. സൈലന്റ് ആക്കി മാറ്റി വെക്കണം കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ. അതാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്നോടൊപ്പം സദാസമയം ഉണ്ടാകുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസറ ദവറ അലാ നിസാഇഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസ്റ, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങും, എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോകും. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രയോ പിറകിലാണ്. നമ്മൾ ആ പ്രവാചകന്റെ തിരുസുന്നത്ത് ശരിക്കും മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. 42 വയസ്സുള്ളതാകുന്ന ഒരു യുവതി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത്, നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെ വായിച്ചു കാണും, 14കാരനാകുന്ന ഒരു യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവരെ നിർബന്ധിച്ചു. ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? വിവാഹം കഴിഞ്ഞ് 4-5 കുട്ടികൾ ഉള്ളതാകുന്ന ഉമ്മമാർ തന്നെ മതിരി ചാടാൻ വെമ്പ് നിൽക്കുന്നതായ കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോ, ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോ, ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോ, അവരുടെയുമാകുന്ന സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെരിച്ചാട്ടങ്ങൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നത്. നമ്മൾ കുട്ടികളുടെ വിഷയത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നേരം പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളാണ്. പറയാനുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക്, അതും പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതാപിതാക്കളായി മാറണേ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ രക്ഷിതാക്കളായി മാറണേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ വാപ്പയായി ഉമ്മയായി മാറണേ. മക്കളില്ലാതെ വിഷമിക്കുന്നതായ ആളുകളില്ലേ, പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഒരു കുഞ്ഞിനെ തരണമെന്നല്ല ദുആ ചെയ്യുന്നത്,
സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ളതായ സ്വാലിഹായ ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ അല്ലാഹു നൽകുകയാണ്. ഇസ്മാഈൽ അലൈഹിസ്സലാം മകനെ നൽകിയെന്ന് മാത്രമല്ല പ്രവാചകനാക്കുകയാണ്. അതാണ് ചിന്തിക്കേണ്ടത്. വാപ്പാടെ ദുആഇന്റെ വലിപ്പമാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ദുആ ഇരുന്നിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി? എപ്പോഴും ശപിക്കാൻ ഒരു ഉസ്താദിനെ മുന്നിൽ കൊണ്ടുവന്ന് മകനെ നിർത്തിയപ്പോൾ ഉസ്താദ് അല്ലാഹ് ഹയവാനാണ് കേട്ടോ, ആള് ഹമുക്ക് ബെടുക്കൂസിൽ ജാമൂസിൽ ഇബ്ലീസ് എല്ലാ ബിരുദം എടുത്തിട്ടിരിക്കാൻ ഇവരെ നന്നാക്കണം. ഓൾറെഡി വാപ്പ ഒരു 8 ബിരുദം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ നന്നാവും? അപ്പൊ ഇവന് ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് നോക്കും വാപ്പായ. അതോടുകൂടി അവനറിയാം, അവൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇബ്ലീസുൽ ജാമൂസുൽ ബെടുക്കൂസ് നീയാണ് ആണോ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം. 1, അഫെക്ഷൻ കൊടുക്കണം. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം കൊടുക്കണം. കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പോരാ, പ്രകടിപ്പിക്കണം. 2ാമത്തത് പ്രൊട്ടക്ഷൻ വേണം. 3ാമത്തത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കണം. 3ാമത്തത് ഡയറക്ഷൻ, കുട്ടികളെ നല്ല നേർവഴി കാണിച്ചു കൊടുക്കണം. ഇത് 3 കാര്യങ്ങളും മാതാപിതാക്കളുടെ കടമകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അഫെക്ഷൻ, നല്ല സ്നേഹം എങ്ങനെയാണത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകനെ കണ്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പ്രവാചകൻ ചുംബിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ട് ചോദിച്ചു, കുട്ടികളെ ചുംബിക്കലോ? ആൺകുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ടേയില്ല. വല്ലാത്തൊരു സംഭവമായി എടുത്ത് അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് കാരുണ്യമുള്ളവരുടെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ മേൽ വർഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടിൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് ചുംബനം നൽകുക. അത് പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ്. മകളാകുന്ന ഫാത്തിമ വിവാഹം കഴിപ്പിച്ചു വിട്ടു അലിയാർ തങ്ങളോടൊപ്പം. ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവി മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുമ്പോ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നെറ്റിത്തടത്തിൽ ചുംബിച്ച് പ്രവാചകൻ വിളിച്ചു കൊണ്ടുവന്ന് തന്റെ മേലിട്ടിരിക്കുന്ന ഉത്തരീയം നിലത്ത് വിരിച്ച് ആ വിരിപ്പിലിരുത്തും. ആരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകളെ ചേർത്ത് നിർത്തിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി തോളത്തൊക്കെ കൈയിട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് ചോദിക്കും, പൊന്നുമോളെ എന്തുകൊണ്ട് വിശേഷം? നമ്മളാണെങ്കിൽ ഒരു കയറി വരുമ്പോ തന്നെ അല്ലാഹു എന്താ വീട്ടിൽ വല്ല വിഷയം ഉണ്ടോ എന്തോ. മോളെ വൈകുന്നേരം ആകുമ്പോ ചോദിക്കും, മോൾ ഇന്ന് പോവോ എന്തോ, എന്താ വന്നിരിക്കുന്നത്, ഇതാണ് ചോദിക്കുന്നത്. അപ്പോഴേ അവനക്ക് മനസ്സിലായി ഈ കാട്ടുമാക്കാൻ എടുത്തോണ്ട് വരണ്ടായിരുന്നു, ഹലാക്ക്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് മനസ്സിൽ. അപ്പോഴേ വിഷമായി. സംഭവം നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അത് പതുക്കെ ഹിക്മത്ത് പതുക്കെ അതൊക്കെ ഉമ്മാമാരെ ഏൽപ്പിക്കുക. അവരതിന്റെ ഹിക്മത്തി കൈകാര്യം ചെയ്തോളും. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും. അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രയും നല്ല ബന്ധം ഉണ്ടാവണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുട്ടികളായിട്ടൊരു ബന്ധം, ഒരു സുഹബത്ത് നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ. 3 രീതിയിലാണ് കുട്ടികളോട് വർത്തിക്കേണ്ടത്. ഒരു ഏജിൽ പറഞ്ഞിട്ടുണ്ട്. തീരെ ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ ലാഇബുഹും സുബ്ആ, കുട്ടികളോട് നല്ല കളിച്ചും രസിച്ചും നിലകൊള്ളണം. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കുട്ടികളുടെ മനഃശാസ്ത്രമാണ് പറയുന്നത്. കുട്ടികളോടൊപ്പം കളിക്കുക. വാപ്പായി ഉമ്മായൊക്കെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും നിലകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുതിര കളിക്കും. അത് നമ്മുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ നിസ്കരിക്കണമെന്നുള്ളൂ. നിസ്കരിച്ച കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അതിനവരെ ആരും പഠിപ്പിക്കേണ്ട, വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ല. അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ്. ഇങ്ങനെ കിടക്കുന്നവന്റെ തോളത്തോട്ട് കയറാൻ വേണ്ടി അവർ കയറും ചെയ്യും. കയറുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? വലിയവരാണെങ്കിൽ കൈ കുടിച്ചിട്ട് അറ്റ കയറാണ് അപ്പുറത്തോട്ട്. ഇവൻ ഇങ്ങോട്ട് മേലെ വിട്ടേക്കല്ലെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും.
അതേസമയത്ത് അത് ചെയ്യാതെ നിങ്ങളൊന്ന് സ്നേഹം കാണിച്ചു നോക്കിയ കുട്ടികൾ വീണ്ടും വീണ്ടും നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകൻ, വലിയ തിരക്കുള്ള വ്യക്തി, പ്രവാചകൻ സുജൂദിൽ തന്നെ കിടക്കാണ്, ദീർഘമായി സുജൂദിൽ കിടക്കും. ഇതൊക്കെ ഹദീസാണ്, നിസ്സാരവാക്കല്ല, ചരിത്രമാണ്. കുട്ടികളോടുള്ള കാരുണ്യം, ദീർഘനേരം കിടക്കാൻ. കുട്ടികൾ എഴുന്നേറ്റ് മാറുമ്പോഴാണ് പ്രവാചകൻ ഇരിക്കുക, അതുവരെ സുജൂദിൽ തന്നെ കിടക്കും. ചെല്ലാന്ന് ദിക്റൊക്കെ ചെല്ലാമല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി മാത്രമല്ല, നിനക്കറിയാവുന്ന അറബിയിൽ അറിയാവുന്ന ദുആകളൊക്കെ നിനക്ക് അവിടെ ചെയ്യാം. അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅളമി വഅസബി വമസ്തഖല്ലത ബിഹി ഖദമി. സുജൂദിൽ അധികരിപ്പിക്കേണ്ടതായ ദുആ ആണ് ഇതൊക്കെ. ആരാണിത് ചെയ്യുന്നത്? ആരാണിത് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പോലും കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോടുള്ള സ്നേഹ ലാളന ലോകത്തിന് കാണിച്ചു തരുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, എന്റെ ഈ രണ്ട് പേരക്കിടാങ്ങളില്ലേ, ഫാത്തിമയുടെ പൊന്നോമന മക്കളില്ലേ, സ്വർഗീയ പുരുഷന്മാരുടെ നേതാവാണ് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഇവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. യുവാക്കളെ, യുവതികളെ, പഠിച്ചു വെക്കടേ, പഠിച്ചു വെക്കടേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോട് അല്ലാഹുവിന്റെ റസൂൽ കാണിക്കുന്ന സ്നേഹമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ ലഅഇബുഹും സബഅ, അവരോട് കളിച്ചും രസിച്ചും നിലകൊള്ളണേ. അത് മനഃശാസ്ത്രമാണ്, മനഃശാസ്ത്രമാണ്. അവരോട് ആ സമയത്ത് ഒരു നിലയ്ക്കുമുള്ള പ്രയാസപ്പെടുത്തുന്ന ഒന്നും കൊടുക്കരുത്. നമ്മൾ ചെയ്യുന്ന എന്താ? റമദാനിലെ നോമ്പ് പിടിപ്പിക്കുക പിള്ളേരെ കൊണ്ട്. 3 വയസ്സേ ആയുള്ളൂ, ഇടങ്ങേറാക്ക്. പിടിപ്പിച്ചില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ പിടിപ്പിച്ചു. 4 വയസ്സാകുമ്പോ തന്നെ മോള് നോമ്പ് പിടിച്ചു വരണം എന്നുള്ള നിലയ്ക്ക് അവളെ കൊണ്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കുകയാണ്. വൈകിട്ട് വരെ അവൾ ഉച്ചയാകുമ്പോഴേ തന്നെ അതികഠിനമായ ചൂടുള്ള സമയമായിരുന്നു ഈ മാർച്ച് മെയ് മാസങ്ങൾ. കുട്ടികൾ വന്നിട്ട് ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ AC റൂമിലോട്ട് കയറ്റി പാലാപ്പള്ളി തിരുപ്പള്ളി പാട്ടും വെച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഇരുത്തി വെച്ചു. ആഹത്തായിട്ട് കുട്ടി അവളുടെ നോമ്പ് വേറെ വഴിക്ക് പോയാലും കുഴപ്പമില്ല, ഒന്നും കഴിച്ചിട്ട് പോകരുത്. അതാണ് ഉമ്മാടെ നിയ്യത്ത്. അള്ളാഹു ആക്കുമാറാവട്ടെ. എന്നിട്ട് എന്തിനാ വൈകുന്നേരം ആകുമ്പോൾ ഈ കുഞ്ഞ് തളർന്ന് വിശന്ന് ഒരു വിധത്തിൽ വന്ന് 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒന്ന് കുടിക്കുമ്പോൾ ക്ഷീണം. അപ്പോൾ ഉമ്മ പതുക്കെ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും, എൻ്റെ മോള് ചിന്നു നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി കണ്ടാ, അനിയത്തി ഉടനെ ഇളകി. അവളുടെ പിള്ളേരെ പിറ്റേ ദിവസം തന്നെ രാവിലെ നിങ്ങൾ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റണം കേട്ടോ, അവിടെ മോളിൽ നോമ്പ് പിടിച്ചിട്ടുണ്ട്. പിള്ളേർ 2 വയസ്സായിട്ടുള്ളൂ. അവിടെ തുടങ്ങാണ് ക്രൂശിക്കാൻ. ആരോടാ നോമ്പ് പിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിൽ? 7 വയസ്സെത്തുമ്പോൾ നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും 10 വയസ്സെത്തുമ്പോൾ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അവരെ ചെറിയ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ 3 വയസ്സെത്തുമ്പോഴേ തുടങ്ങി പരിശീലനം കൊടുക്കുക. അത് വിഷയമല്ല, അതൊരല്പം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ളുഹറാകുമ്പോൾ കുട്ടികൾക്ക് ബാങ്ക് വിളിച്ചാ ഇൻഷാ അല്ലാഹ് തുറക്കും. വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അതൊരു പരിശീലനമാണ്. അതൊരു 4 വയസ്സ് 5 വയസ്സാവുമ്പോൾ നമ്മൾ ഒരു വക്കത്ത് കണക്കാക്കി കൊടുത്തു. ളുഹർ, പിന്നീട് 1 വയസ്സുകൊണ്ട് കഴിഞ്ഞപ്പോൾ അസർ, പിന്നെ എത്തിയപ്പോഴത്തേക്ക് മഗ്രിബ്. ഇത് നമുക്ക് തന്നെ നേരെ നിൽക്കാൻ മേല. അത്ര കഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് കൊടുക്കാൻ, എന്നിട്ട് കുട്ടികളെ ഇടങ്ങേറാക്കാൻ. കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇസ്സത്ത് ഉമ്മാക്ക്, ഇടങ്ങേറ് പിള്ളേർക്ക്. അള്ളാഹു മുളക്കാക്കട്ടെ. ധാര പറഞ്ഞു നടക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ സംഭവം. അപ്പൊ ഇത് കണ്ടപ്പോൾ അനിയത്തിക്ക് ഇളകി. അവള് പിറ്റേ ദിവസം പിന്നെ 3 ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. കുട്ടികൾ ആകെ ഇടങ്ങേറായി, വഷളായി. വേറെ മക്കളായി ജനിച്ചു പോയല്ലോ എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് സമൂഹത്തിന് മുന്നിൽ എങ്ങനെയെങ്കിലും ഗരിമ കാണിക്കാം. അനിയത്തി, ചേട്ടത്തി, ജ്യേഷ്ഠൻ, അനിയൻ, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം പിള്ളേരാണ് ഇതിൻ്റെ എല്ലാ ഇരയാളുകൾ.